പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന ഈ മനോഹരമായ ദിവസത്തിൽ ശാലോം ടി വി ഒരുക്കിയിരിക്കുന്ന ഈ മരിയം പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു നമുക്ക് വലിയൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. അന്വേഷിക്കുവിൻ കണ്ടെത്തും, ചോദിക്കുവിൻ ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും. നമ്മുടേത് ഒരന്വേഷണമാണ്. ഇതൊരു യാത്രയാണ്, സത്യത്തെ തേടിയുള്ള ഒരു യാത്ര. നമുക്കറിയാം, ക്രൈസ്തവ ജീവിതം യേശുവിനെ തേടിയുള്ള നിരന്തരമായൊരു യാത്രയാണ്. അതിൽ യേശുവിനോടൊപ്പം ജീവിതകാലം മുഴുവൻ ചിലവഴിച്ച് ആരാണ് യേശുവെന്ന് മനസ്സിലാക്കി ഒരു യേശു അനുഭവത്തിൽ പൂർണ്ണതയിൽ പ്രവേശിച്ച വ്യക്തി യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ അന്വേഷണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ മനസ്സിലാക്കുവാനും അമ്മയോടൊത്ത് ഒരു തീർത്ഥയാത്രയുമാണ്. ഇതാണ് ഈ മരിയൻ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. 2013 നവംബർ 26-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്കായി നൽകിയ ആദ്യത്തെ അപ്പസ്തോലിക ആഹ്വാനമാണ് സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന ചാക്രിക ലേഖനം. ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം ആരംഭിക്കുന്നത് തന്നെ യേശുവിനെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയത്തിൽ സുവിശേഷത്തിൻ്റെ സന്തോഷം കൊണ്ട് നിറയുന്നു എന്നതാണ്. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം ഈ സന്തോഷം കൊണ്ട് നിറയണം, സുവിശേഷത്തിൻ്റെ സന്തോഷം കൊണ്ട്. എന്നിട്ട് മാർപ്പാപ്പ പറയുന്ന വളരെ അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ സന്തോഷം നിറയണമെങ്കിൽ ലോകം നവസുവിശേഷവൽക്കരിക്കപ്പെടണം തിരുസഭയാൽ. ഈ നവസുവിശേഷവൽക്കരണത്തിൻ്റെ അമ്മ അത് പരിശുദ്ധ കന്യാമറിയമാണ്. ആ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷവൽക്കരണം പൂർണ്ണമാകുകയുള്ളൂ എന്ന് മാർപ്പാപ്പ നമ്മളോട് പറയുകയാണ്. അച്ഛൻ പറയണ്ടായല്ലോ നവസുവിശേഷവൽക്കരണത്തെക്കുറിച്ച്. ഈ നവസുവിശേഷവൽക്കരണം എന്ന് വെച്ചാൽ എന്താണ്? അതിൽ നമ്മുടെ പരിശുദ്ധ അമ്മയ്ക്ക് ഉള്ള സ്ഥാനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? ആദ്യമായി എന്താണ് സുവിശേഷവൽക്കരണം? അതറിയണമെങ്കിൽ നമ്മൾ സുവിശേഷത്തിലേക്ക് തന്നെ കടന്നു ചെല്ലാം. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ 28-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്നുണ്ട്. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 36 മുതൽ വാക്യങ്ങളിൽ യേശു ഈ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ലോകമെങ്ങും പോയി നിങ്ങൾ സുവിശേഷം അറിയിക്കുവിൻ. എന്താണ് ഈ സുവിശേഷം? പിതാവായ ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു ലോകത്തിൽ അവതീർണനായി. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഇത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. ഈ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് സുവിശേഷം. അതായത് യേശുവിനെ നൽകുക, യേശുവിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുക. അതാണ് രക്ഷയിലേക്കുള്ള മാർഗവും. വീണ്ടും ചോദിച്ച ചോദ്യം, ഇതിൽ യേശുവിൻ്റെ അമ്മ എങ്ങനെ ഈ നവസുവിശേഷവൽക്കരണത്തിൻ്റെ അമ്മയായിത്തീരുന്നു? നമുക്കറിയാം, ആധുനിക ലോകത്തിലെ കുഞ്ഞുങ്ങൾക്കും യുവാക്കൾക്കും എല്ലാ വിശ്വാസികൾക്കും ഈ സുവിശേഷത്തിൻ്റെ ആവശ്യകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇത് നന്മയിലേക്ക് നയിക്കുന്നു, രക്ഷയിലേക്ക് നയിക്കുന്നു. പരിശുദ്ധ അമ്മയെ യേശുനാഥൻ തൻ്റെ സഭയുടെ അമ്മയായി നൽകുകയാണ്. അതേപ്പറ്റി ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ തൻ്റെ ചാക്രിക ലേഖനത്തിൽ മനോഹരമായി നമ്മോട് പറയുന്നുണ്ട്. അതിതാണ്, യേശു തൻ്റെ അമ്മയെ നമ്മുടെ അമ്മയായി വിട്ടിട്ട് പോയി. അങ്ങനെ ചെയ്ത ശേഷം മാത്രമാണ് എല്ലാം പൂർത്തിയായി എന്ന് യേശു അറിയുന്നത്. കുരിശിൻ ചുവട്ടിൽ നവസൃഷ്ടിയുടെ പരമമായ മണിക്കൂറിൽ
ക്രിസ്തു നമ്മെ മറിയത്തിലേക്ക് നയിച്ചു. യേശുവാണ് തൻ്റെ അമ്മയെ തിരുസഭയുടെ അമ്മയായി നൽകിക്കൊണ്ട് ഈ സുവിശേഷ ദൗത്യം ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ അതിൽ അമ്മയുടെ ആ സാന്നിധ്യവും അമ്മയുടെ സഹായവും യേശു തന്നെ നമുക്കായി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ റോളാണ് അവിടെ കാണിക്കുന്നതും സഹായിക്കുന്നതും. ഇതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് പരിശുദ്ധ അമ്മ നവസുവിശേഷവൽക്കരണത്തിൻ്റെ അമ്മയാണ്. രണ്ടാമതായി ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു യാത്രയാണ്, ഒരു വിശ്വാസയാത്ര, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു തീർത്ഥാടനമാണ്. കാരണം നാം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെപ്പറ്റി എത്രമാത്രം അറിയാമോ അത്രമാത്രം അറിയുവാനായി ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെ ഈ യാത്രയിൽ നമ്മൾ ആദ്യമായി ശ്രമിക്കുന്നത് നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റി അറിയുവാനാണ്. ആരാണ് ഈ അമ്മ? എപ്രകാരമാണ് ദൈവം ഈ പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുത്തത്? എപ്രകാരമാണ് അവളെ മഹത്വത്തിലേക്ക് നയിച്ചത്? ഇതെല്ലാം നമ്മുടെ പഠന വിഷയത്തിൽ വരും. കാരണം തിരുസഭയുടെ പൂർണ്ണതയ്ക്ക്, വിശ്വാസത്തിൻ്റെ പൂർണ്ണതയ്ക്ക് അമ്മയുടെ ആ മധ്യസ്ഥവും അമ്മയുടെ സഹായവും അമ്മയുടെ മാതൃകയും നമുക്ക് ആവശ്യമുണ്ട്. ഇതുകൊണ്ടാണ് പരിശുദ്ധ സൂനോദോസ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ അമ്മ തിരുസഭയുടെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ്. സുവിശേഷം ലോകത്തിന് നൽകുവാനും സാക്ഷ്യം നൽകുവാനും യേശുവിനെ അനുകരിക്കുവാനും. അതുകൊണ്ട് യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുവാനായിട്ടാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത്. എങ്കിൽ പരിശുദ്ധ അമ്മ നമുക്ക് മുമ്പേ കടന്നുപോയ ആദ്യത്തെയും ഉത്തമയുമായ ശിഷ്യയാണ്. അച്ഛൻ പറഞ്ഞുവല്ലോ, യേശുവിനെ തേടിയുള്ള നിരന്തരമായ അന്വേഷണമാണ് ക്രൈസ്തവ ജീവിതമെന്ന്. എങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റി എന്തിനാണ് കൂടുതൽ പഠിക്കുന്നത്? അതിൻ്റെ പ്രാധാന്യം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്, യേശു ശിഷ്യന്മാരോട് പറയുന്നു, എന്നെ അനുഗമിക്കുക. അവർ യേശുവിനെ അനുഗമിച്ചു. നിരന്തരമായി അന്വേഷിച്ചവർ യേശുവിനെ കണ്ടുമുട്ടി, യേശു അനുഭവമുണ്ടായി, യേശുവിൻ്റെ മഹത്വത്തിൽ അവരും പങ്കുചേർന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. കാരണം യേശു നമ്മുടെ പ്രകാശമായി, നമ്മുടെ രക്ഷയായി, നമ്മുടെ പ്രതീക്ഷയായി നമ്മുടെ മുമ്പിൽ വരുന്നു. ആ യേശു അനുഭവമാണ് രക്ഷയുടെ അനുഭവം. ഇവിടെ എന്തിനാണ് യേശുവിൻ്റെ അമ്മയെ കൂടുതലായി നാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്? ശരിയാണ് സഹോദരിയുടെ ആ ചോദ്യം, പലരിലും ഈ ചോദ്യം ഉളവാകുന്നു. നാം ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിനെ കണ്ടെത്തിയവർ അവരുടെ അനുഭവം മേരിയെയും കണ്ടെത്തി എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം, പൂജ്യ രാജാക്കന്മാർ മനുഷ്യപുത്രനെ തേടി യാത്ര ചെയ്യുന്നുണ്ട്. അവർ ഹെറോദോസിൻ്റെ കൊട്ടാരത്തിൽ വരെയും വന്നു. അവിടുന്ന് വീണ്ടും അവർ പുറപ്പെടുകയാണ് ആ ദൈവപുത്രനെ അന്വേഷിച്ച്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്കു കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കണ്ടു. ലൂക്കായുടെ സുവിശേഷത്തിലും ആട്ടിടയന്മാർ വന്ന് യേശുവിനെ കാണുന്ന ആ രംഗമുണ്ട്. ഒന്ന് വായിക്കാം. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിടയന്മാർ പരസ്പരം പറഞ്ഞു, നമുക്ക് ബേത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. അവർ അതിവേഗം പോയി മറിയത്തെയും ജോസഫിനെയും പുൽത്തട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അവർ അതിവേഗത്തിൽ പോയി ജോസഫിനെയും അമ്മയായ മറിയത്തെയും പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. അവർ അന്വേഷിച്ചു പോയത് ദൈവപുത്രനെയാണ്. ആ ദൈവപുത്രനെ കാണുന്നതിനോടൊപ്പം തന്നെ അമ്മയെയും അവർ കണ്ടെത്തി. പൂജ്യ രാജാക്കന്മാരും ആട്ടിടയന്മാരും. വീണ്ടും നാം യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം, അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ
കാനായിലെ കല്യാണ വിരുന്നിൽ സംഭവിക്കുന്ന ആ സംഭവത്തെപ്പറ്റി യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. അവിടെ മേരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. അതായത് യേശുവിൻ്റെ അമ്മയുടെ സാന്നിധ്യം ബെത്ലേഹം മുതൽ കാന വരെയും കാനായിൽ നിന്നും ഖഫർനാമിലൂടെ ജെറുസലേമിലൂടെ കാൽവരി വരെയും എത്തിച്ചേർന്നു. ഇത് തന്നെയാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയുടെ ചിത്രവും നാം കാണുന്നത്. അതായത് യേശുവിനെ നാം അന്വേഷിക്കുന്നു, എന്നാൽ യേശുവിനോടൊപ്പം എപ്പോഴും സഞ്ചരിച്ചിരുന്ന അമ്മയെ നാം കണ്ടുമുട്ടുകയാണ്. ഇന്ന് നാം ഇവിടെ പരിശുദ്ധ അമ്മയെപ്പറ്റി പഠിക്കുവാൻ പ്രധാനമായി കാരണം ഇതാണ്. പരിശുദ്ധ അമ്മയാണ് യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ അവസാന നിമിഷം വരെ യേശുവിനെ അനുഗമിച്ച ഏറ്റവും ഉത്തമയായ ശിഷ്യ. അപ്പോൾ ആ അമ്മയുടെ ജീവിതം നമുക്ക് മാതൃകയായി മാറുന്നു. ആ അമ്മയെ കണ്ടുമുട്ടുമ്പോൾ എപ്രകാരമാണ് യേശുവിനെ അനുകരിക്കുക, യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്ന് എനിക്ക് കൂടുതൽ മാനുഷികമായ നിലയിൽ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള പ്രചോദനവും ലഭിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെയും നാം പഠിക്കുകയും അമ്മയുടെ ജീവിതത്തെ അനുകരിക്കാൻ നാം ശ്രമിക്കുകയും ചെയ്യുന്നത്. തിരുസഭ തന്നെ നമ്മെ ഈ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാം വത്തിക്കാൻ സുഗനോദോസിൻ്റെ ആദ്യത്തെ പ്രമാണരേഖയായ ലൂമൻ ജെൻസിയും ലോകത്തിൻ്റെ പ്രകാശം, അത് തിരുസഭയെ പറ്റിയാണ് പറയുന്നത്. അതിൽ 8-ാം അധ്യായം പരിശുദ്ധ ദേവമാതാവിനെ സംബന്ധിച്ചുള്ള സഭയുടെ പഠനമാണ്. അതിൽ എപ്രകാരമാണ് മേരി യേശുവിനോടൊപ്പം രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നതെന്ന് വിശദമാക്കുന്നുണ്ട്. ഞാനത് വായിക്കാം. സ്വതന്ത്രമായ വിശ്വാസത്തോടും വിധേയത്വത്തോടും കൂടി കന്യാമറിയം മാനവ രക്ഷാകർമ്മത്തിൽ സഹകരിച്ചു. മനുഷ്യപ്രകൃതി മുഴുവൻ്റെയും നാമത്തിൽ അവൾ തൻ്റെ സമ്മതം നൽകി. തൻ്റെ അനുസരണം മൂലം മറിയം ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയായ പുതിയ ഹവായ് ആയി മാറി. ഇതുകൊണ്ട് പരിശുദ്ധ കന്യാമറിയവും യേശുവിനോടൊപ്പം രക്ഷാകര കർമ്മത്തിൽ വളരെയധികം സഹകരിച്ചു, ഏറ്റവും അധികം സഹകരിച്ചു. ഇതുകൊണ്ടാണ് യേശുവിനെ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതത്തെയും അമ്മയുടെ ഈ രക്ഷാകര കർമ്മത്തിലുള്ള സഹകരണത്തെപ്പറ്റി നാമും പഠിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടല്ലോ അച്ചു. അതിൻ്റെ 2-ാം ഭാഗത്ത് പരിശുദ്ധ മറിയമേ എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ട്. പരിശുദ്ധ മറിയം, പരിശുദ്ധ മാതാവ് എന്നിങ്ങനെ നമ്മൾ പലപ്പോഴായിട്ട് മാതാവിൻ്റെ പേര് പറയുമ്പോൾ പരിശുദ്ധ ആഡ് ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മൾ ദേവാലയങ്ങളിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ദൈവം പരിശുദ്ധനെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഈ പരിശുദ്ധൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ദൈവത്തിനെ മാത്രം അഭിസംബോധന ചെയ്യുന്നതാണോ, അതോ നമുക്ക് മാതാവിൻ്റെ കൂടെ അത് ഉപയോഗിക്കാമോ? ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തു തരാമോ? സഹോദരൻ പറഞ്ഞത് ശരിയാണ്. ദൈവം മാത്രമാണ് പരിശുദ്ധൻ. ദൈവം മാത്രമാണ് വിശുദ്ധിയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നാം കാണണം, ദൈവത്തിൽ സാധാരണ 3 സ്വഭാവവിശേഷങ്ങൾ നമ്മൾ പറയാറുണ്ട്. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചില വിശേഷണങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ദൈവം സ്നേഹമാകുന്നു, ദൈവം പ്രകാശമാകുന്നു, ദൈവം മനോഹരമാകുന്നു അതിൻ്റെ പൂർണ്ണതയിൽ. ഇനി വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഈ സ്വഭാവത്തിൽ, ഈ വിശേഷണത്തിൽ പങ്കുചേരുക എന്നതാണ്. അത് മനുഷ്യർക്ക് മാത്രമായി ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. ഇനി പരിശുദ്ധ അമ്മയെ എടുക്കുക. യേശുവിൻ്റെ അമ്മ നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. ഒരു പ്രത്യേകതയുമില്ലായിരുന്നു. എന്നാൽ ഒരു നിമിഷത്തിൽ ആ പെൺകുട്ടിയെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വിശദീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. പൗലോസ്ലീഹ തന്നെ എപ്രകാരമാണ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതെന്നും ഒരു ദൗത്യത്തിനായി നിയോഗിക്കുന്നതെന്നും നാം കാണുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. ഇത് തൻ്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിന് വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി.
നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ വിശുദ്ധീകരിക്കുക എന്നതാണ്. ഇതിൻ്റെ അർത്ഥം ദൈവമാണ് ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നത്. ദൈവമാണ് തൻ്റെ വിശുദ്ധിയിലേക്ക് ഒരു വ്യക്തിയെ പങ്കുചേർക്കുന്നത്. ഇതനുസരിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും, തൻ്റെ പ്രിയപുത്രന് വാസമാകേണ്ട ആ അമ്മയെ ദൈവം വിശുദ്ധീകരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധീകരണത്തിൽ ചേർന്നതാണ് നസ്രത്തിലെ മേരി. അങ്ങനെയാണ് വിശുദ്ധയായി മാറുന്നത്. ഇതാ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ ദൂതൻ മേരിയുടെ അടുത്ത് വന്ന് മേരിയെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇതാണ് നസ്രത്തിലെ മേരിയുടെ വിശുദ്ധിയുടെ ഉറവിടം. കാരണം അവിടെ ദൈവകൃപ കൊണ്ട് ദൈവം മറിയത്തെ നിറച്ചു. ദൈവകൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ വിശുദ്ധി. വീണ്ടും പറയുന്നത് കർത്താവ് നിന്നോടുകൂടെ. നസ്രത്തിലെ മേരിയോടുകൂടി, യേശുവിൻ്റെ അമ്മയോടുകൂടി ആ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മേരിയെ നമ്മൾ പരിശുദ്ധ, വിശുദ്ധ എന്ന് വിളിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും നിങ്ങളെപ്പോലെ മറ്റു പലരും ചോദിച്ചേക്കാം, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെപ്പറ്റി ഇത്ര ആഴമായി പഠിക്കുവാൻ നാം ഒരുമ്പെടുന്നതെന്ന്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, മാതാവിനെ പറ്റി പഠിക്കുക എന്നതിൻ്റെ അർത്ഥം അത് യേശുവിനെ പറ്റി തന്നെ കൂടുതലായി പഠിക്കുവാനുള്ളൊരു മാർഗമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് എത്രമാത്രം യേശുവിൻ്റെ അമ്മയെപ്പറ്റി നാം മറ്റുള്ളവരോട് സംസാരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുവോ അത്രമാത്രം മേരിയുടെ നാമത്തിനെതിരായും ഇന്നത്തെ ഈ ലോകത്തിൽ പല സംസാരങ്ങളും പല വാദങ്ങളും ഉണ്ട്. ഇത് പലപ്പോഴും അറിവില്ലായ്മയുടെ ഒരു ഭാഗമാണ് ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ. കാരണം യേശു ആരാണ്, യേശുവിൻ്റെ അമ്മയായ മേരിയുടെ ദൗത്യം എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായും യേശു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ കന്യാമറിയത്തെ തന്നെയായിരിക്കും. ഇതുകൊണ്ടാണ് ശാലോം ഇങ്ങനൊരു പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ ഏറ്റവും അധികം സഹകരിച്ച യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തെ പറ്റിയുള്ള ഇന്നത്തെ ചിന്തകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അമ്മയുടെ ജീവിതത്തെപ്പറ്റിയും അമ്മയുടെ ജീവിത ദൗത്യത്തെപ്പറ്റിയെല്ലാം ആഴമായി നമ്മൾ പഠിക്കും. നിങ്ങൾക്കെല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ പ്രാർത്ഥനയും മധ്യസ്ഥയും ഞാൻ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ജപമാല ഭക്തിയിലെ ഒരു അവിഭാജ്യ ഘടകമാണ് മാതാവിൻ്റെ ലുത്തിനിയ. ലുത്തിനിയ എന്ന വാക്കിന് അപേക്ഷ എന്നും ആവർത്തിച്ച് ഉറപ്പായി ചൊല്ലുന്ന പ്രാർത്ഥനയെന്നും അർത്ഥമുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാരമ്പര്യത്തിലുമുള്ള മാതാവിൻ്റെ പ്രതിരൂപങ്ങളും സാദൃശ്യങ്ങളും ലുത്തിനിയയിൽ കാണാം. സഭാപിതാക്കന്മാരും സൂനഹദോസുകളും മാതാവിന് നൽകിയിട്ടുള്ള അപരനാമങ്ങളും ബഹുമതികളും മനോഹരമായി കോർത്തിണക്കിയിട്ടുള്ള ഒരു സുഹൃതകുസുമ മഞ്ജരിയോ കീർത്തനമോ ആണ് ലുത്തിനിയ എന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നു. പതിനാറാം നൂറ്റാണ്ടിൽ വിശുദ്ധ ലോറൻസ് ബ്രാൻസിസിയാണ് മാതാവിൻ്റെ ലുത്തിനിയ രചിച്ചത്. ആകെ 61 പ്രാർത്ഥനാ ശകലങ്ങളാണ് മാതാവിൻ്റെ ലുത്തിനിയയ്ക്ക് ഉള്ളത്. മറിയത്തോട് മംഗളവാർത്ത അറിയിച്ച ഗബ്രിയേൽ ദൂതൻ്റെ അഭിസംബോധനയുടെയും ഏലീശ്വ മറിയത്തെ കണ്ടപ്പോൾ പറഞ്ഞ സ്തുതിപ്പുകളുടെയും സ്മരണയാണ് ലുത്തിനിയ ചൊല്ലുന്ന വിശ്വാസിയിൽ ഉണ്ടാകുന്നത്.
ലുത്തിനിയയ്ക്ക് ആമുഖ പ്രാർത്ഥനകൾ, ത്രിത്വേക പ്രാർത്ഥനകൾ, മാതൃപ്രാർത്ഥനകൾ, കന്യകാ പ്രാർത്ഥനകൾ, സ്തുതിപ്പ് പ്രാർത്ഥനകൾ, രാജ്ഞിത്വ പ്രാർത്ഥനകൾ, സമാപന പ്രാർത്ഥനകൾ എന്നിങ്ങനെ 7 ഘടകങ്ങളുണ്ട്. ലുത്തിനിയയുടെ ആദ്യ ഭാഗത്തെ 4 പ്രാർത്ഥനകൾ യേശുവിനെ കർത്താവും മിശിഹായുമായി ഏറ്റുപറഞ്ഞ് അനുഗ്രഹങ്ങൾ യാചിക്കുന്നവയാണ്. ഇസ്രായേൽ ജനം യഹോവയ്ക്ക് കൊടുത്ത സ്ഥാനമാണ് ആദിമസഭ കർത്താവ് എന്ന പ്രയോഗങ്ങളിൽ നൽകിയിരിക്കുന്നത്. അതായത് യേശുവിനെ ദൈവമായി അംഗീകരിച്ച് അനുഗ്രഹങ്ങൾ തേടുകയാണ് ലുത്തിനിയായുടെ ആരംഭത്തിൽ. ലുത്തിനിയായിൽ യേശുവിനെ മിശിഹ എന്നും സംബോധന ചെയ്യുന്നുണ്ട്. തങ്ങളെ രക്ഷിക്കുവാൻ ദൈവമയക്കുന്ന മിശിഹായെ യഹൂദർ പ്രതീക്ഷിച്ചിരുന്നു. യേശുവിനെ മിശിഹായായിട്ടാണ് പുതിയ നിയമം അവതരിപ്പിക്കുന്നത്. ഉത്ഥാനാനന്തരമാണ് മിശിഹ എന്ന പദം നിയതമായ അർത്ഥത്തിൽ യേശുവിനെ സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചത്. യേശു മിശിഹായാണെന്ന വിശ്വാസമാണ് ക്രൈസ്തവരെ യഹൂദരിൽ നിന്നും വേർതിരിച്ചിരുന്നത്. അതിനാലാണ് യേശു മിശിഹായാണെന്ന് പറഞ്ഞവരെ സിനഗോഗിൽ നിന്നും പുറത്താക്കിയിരുന്നത്. യേശു മിശിഹായാണെന്ന് ഏറ്റുപറയുന്നതിലൂടെ യേശുവിൻ്റെ ദൈവത്വവും രക്ഷാകർതൃസ്ഥാനവും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ മനോഭാവത്തോടെ വേണം ലുത്തിനിയ ചൊല്ലുവാൻ. ലുത്തിനിയായുടെ 2ാം ഭാഗത്തിൽ ത്രിത്വേക ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ യാചിക്കുന്ന 4 പ്രാർത്ഥനകളാണുള്ളത്. ഇതിലാദ്യത്തേത് യേശു തന്നെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയുടെ ആദ്യ വാക്കുകളാണ്. ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ യേശുവിൻ്റെ ദൈവാനുഭവം നമ്മുടേതുമാക്കാൻ സാധിക്കണം. ലുത്തിനിയായിലെ 3ാമത്തെ ഗണത്തിൽ 14 പ്രാർത്ഥനകളാണുള്ളത്. ഇവയിൽ 12 പ്രാർത്ഥനകൾ മറിയത്തിൻ്റെ മാതൃത്വത്തെ പ്രകീർത്തിക്കുന്നവയും മറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നവയുമാണ്. ഈ 12 പ്രാർത്ഥനകൾ മറിയത്തിൻ്റെ ശിരസിലെ കിരീടങ്ങളിൽ കാണുന്ന 12 നക്ഷത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നവയാണ്. മറിയത്തെ പരിശുദ്ധ എന്ന് വിളിച്ചാണ് ലുത്തിനിയയുടെ ഈ ഭാഗം ആരംഭിക്കുന്നത്. സാധാരണയായി വിശുദ്ധരെ പരിശുദ്ധരെന്ന് വിളിക്കാറില്ല. പരിശുദ്ധ എന്ന വിശേഷണം മറിയത്തിനു മാത്രം നൽകുന്ന ഒന്നാണ്. എന്നാൽ മറിയത്തെ ദൈവതുല്യമായി സഭ പരിഗണിക്കുന്നുമില്ല. അതുകൊണ്ട് മറിയത്തോട് അനുഗ്രഹമല്ല, മാധ്യസ്ഥ പ്രാർത്ഥനയാണ് ലുത്തിനിയായിൽ യാചിക്കുന്നത്. മറിയത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രന് ജന്മം നൽകി എന്നതാണ്. ലുത്തിനിയായിലെ 4ാമത്തെ ഗണം മറിയത്തിൻ്റെ കന്യകാത്വം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുന്ന 6 പ്രാർത്ഥനകളാണ്. ഇവിടെ മറിയത്തിൻ്റെ കന്യകാത്വത്തിൻ്റെ ശ്രേഷ്ഠതകൾ അനുസ്മരിക്കുകയും അവയുടെ യോഗ്യതകളാൽ മറിയത്തിന് കരഗതമായിരിക്കുന്ന ദൈവതിരുമുൻപിലെ സ്ഥാനം ഉപയോഗിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് യാചിക്കുകയാണ് ലുത്തിനിയ ചൊല്ലുന്നവർ ചെയ്യുന്നത്. ലുത്തിനിയ പ്രാർത്ഥനകളിൽ 5ാമത്തെ ഗണം പഴയ നിയമഭാഗങ്ങളിലെ മറിയത്തിൻ്റെ പ്രതീകങ്ങളും സഭാപിതാക്കന്മാരുടെ വിശേഷണങ്ങളും സഭാ ജീവിതാനുഭവങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ വിശേഷണങ്ങളുമടങ്ങിയ 17 വിശേഷണ പ്രാർത്ഥനകളാണ്. ഈ 17 പ്രാർത്ഥനകളും സഭയുടെ ചരിത്രത്തിൽ പലപ്പോഴായി മറിയത്തെ പ്രകീർത്തിച്ച്
വീരരചിതമായിട്ടുള്ളവയിൽ നിന്നും എടുത്തിട്ടുള്ളവയാണ്. ഓരോ പ്രാർത്ഥനയും ബൈബിൾ പ്രതീകങ്ങളിൽ മേലുള്ള ആഴമായ മനനത്തിൽ നിന്നും അടിയുറച്ച മരിയഭക്തിയിൽ നിന്നും ലഭിച്ച മരിയാനുഭവത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ്. ലുത്തിനിയ പ്രാർത്ഥനകളിൽ ആറാമത് വരുന്നത് മറിയത്തിൻ്റെ രാജ്ഞത്വം ഏറ്റുപറഞ്ഞ് മറിയത്തോട് മാധ്യസ്ഥം യാചിക്കുന്ന 13 പ്രാർത്ഥനകളാണ്. മാലാഖമാരുടെ രാജ്ഞത്വത്തിൽ നിന്നും തുടങ്ങി രക്ഷാകര ചരിത്രത്തിലെ പ്രധാനികളായ പൂർവ്വപിതാക്കന്മാരുടെയും ദീർഘദർശികളുടെയും ശ്ലീഹന്മാരുടെയും വേദസാക്ഷികളുടെയും കന്യകകളുടെയും സകല വിശുദ്ധരുടെയും രാജ്ഞിയാണ് മറിയമെന്ന് ഈ പ്രാർത്ഥനകളിലൂടെ ലുത്തിനിയ ചൊല്ലുന്നവർ അംഗീകരിക്കുന്നു. ലുത്തിനിയ പ്രാർത്ഥനകളിൽ ഏഴാമത് വരുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ പാപപരിഹാര ബലിവസ്തുവും പുരോഹിതനുമായി തീർന്ന യേശുവിനോട് പ്രാർത്ഥിക്കുന്ന 3 യാചനാ പ്രാർത്ഥനകളാണ്. നമ്മൾ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടുന്നുണ്ടെങ്കിലും യേശുവാണ് യഥാർത്ഥ രക്ഷകനെന്ന് ഈ പ്രാർത്ഥനകളിലൂടെ അംഗീകരിക്കുകയാണ്. ജപമാലയോടനുബന്ധിച്ച് ചൊല്ലാറുള്ള ഭക്തിനിർഭരവും ലളിതവും ബൈബിൾ അധിഷ്ഠിതവും സഭയുടെയും സഭാപിതാക്കന്മാരുടെയും പഠനങ്ങളിൽ അധിഷ്ഠിതവും ത്രിത്വേക ദൈവത്തിൽ കേന്ദ്രീകൃതവുമായ പ്രാർത്ഥനയാണ് ദൈവമാതാവിൻ്റെ ലുത്തിനിയ. മറിയമെന്ന ദൈവമാതാവിനെ ആഴത്തിൽ മനസ്സിലാക്കി മരിയഭക്തിയിൽ കൂടുതൽ വളർന്നുകൊണ്ട് നമുക്ക് തിരുസഭാസ്നേഹത്തിൽ കൂടുതൽ വളരാം. അമ്മയെന്നു വിളിച്ചോട്ടെ, അരികിൽ ചേർന്നിരുന്നോട്ടെ, ആ ദിവ്യ സ്നേഹം ഞാൻ ആവോളം നുകർന്നോട്ടെ. അമ്മയെന്നു വിളിച്ചോട്ടെ, അരികിൽ ചേർന്നിരുന്നോട്ടെ, ആ ദിവ്യ സ്നേഹം ഞാൻ ആവോളം നുകർന്നോട്ടെ. അമ്മേ അമ്മേ അലിവിൻ്റെ നിറകുടമേ, അമ്മേ അമ്മേ ആശ്വാസവ